Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് സ്റ്റേറ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിട്ടുള്ള വാൻഡർവാൾസ് ഇക്വേഷനാണ്. വാൻഡർവാൾസ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസസ്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഐഡിയൽ ഗ്യാസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഐഡിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്ന ഇക്വേഷൻ ആയിട്ടുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. നമുക്ക് കെമിസ്ട്രി പഠിക്കുന്ന എല്ലാവർക്കും അത് അറിയാവുന്ന ഇക്വേഷനാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV = nRT. ഈ വാൻഡർവാൾസ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പം അഡോപ്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും. എന്നാലേ നമുക്ക് വാൻഡർവാൾസ് ഇക്വേഷനിലേക്ക് കടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അത് എന്തിൻ്റെ ബേസിലാണ് ഡിറൈവ് ചെയ്ത് നോക്കാം. നോക്കൂ, നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് PV = nRT ആണ്. PV = nRT. ഇതിൽ പറഞ്ഞ ഓരോ ടേം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്രഷർ ഐഡിയൽ പ്രഷറാണ്, V എന്ന് പറയുന്നതാണ് ഐഡിയൽ വോളിയാണ്, N നമ്പർ ഓഫ് മോൾസ് ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഈ ഇക്വേഷന്റെ മോഡിഫിക്കേഷൻ ആണ് JD വാൻഡർവാൾസ് ഡിറൈവ് ചെയ്ത വാൻഡർവാൾസ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസസ്. ഇനി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, ഒരു ഗ്യാസ് ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത് കൈനറ്റിക് തിയറിയുടെ പ്രധാനപ്പെട്ട അസംഷൻസിന്റെ ബേസിസിലാണ്. കൈനറ്റിക് മോളിക്കുലർ തിയറിയിൽ ചില അസംഷൻസ് പറയുന്നത്, ആ അസംഷൻസിന്റെ ബേസിസിലാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ റിയൽ ഗ്യാസിക്ക് വരിക. റിയൽ ഗ്യാസിക്ക് വരുമ്പം ഈ കൈനറ്റിക് തിയറിയുടെ ഈ എല്ലാ അസംഷൻസും ആരും ഒബേ ചെയ്യുന്നില്ല, റിയൽ ഗ്യാസസ് ഒബേ ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരികയാണ്? ഈ ഇക്വേഷനിൽ മോഡിഫിക്കേഷൻ നടത്തേണ്ടി വരികയാണ്. അങ്ങനെയാണ് JD വാൻഡർവാൾസ് ഒരു പുതിയ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. ആ ഇക്വേഷൻ പറയുന്ന പേരാണ് വാൻഡർവാൾസ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസസ്. ഇനി നമുക്ക് ഏതൊക്കെ അസംഷൻസ് ആണ് റിയൽ ഗ്യാസസ് ഒബേ ചെയ്യാത്തതെന്ന് നോക്കാം. കൈനറ്റിക് മോളിക്കുലർ തിയറിയുടെ അസംഷൻസിൽ ഏതൊക്കെ അസംഷൻസ് ആണ് റിയൽ ഗ്യാസസ് ഒബേ ചെയ്യാത്തതെന്ന് നമുക്ക് പരിശോധിക്കാം. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് അസംഷൻസ് ഉണ്ട്. അതിൽ ഒരു അസംഷൻസ് എന്ന് പറഞ്ഞാൽ, ഒരു അസംഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, the size of molecule is so small that the actual volume is negligible in comparison with the total volume of gas. ഈ ഒരു അസംഷൻ നമ്മുടെ റിയൽ ഗ്യാസ് ഒബേ ചെയ്യുന്നില്ല. എന്താണ്? വോളിയത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു അസംഷനാണ്. നമ്മൾ ഒരു ഗ്യാഷ്യസ് സിസ്റ്റത്തിന്റെ ടോട്ടൽ വോളിയം കൺസിഡർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ മോളിക്യൂളിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ എന്നാണ് കൈനറ്റിക് തിയറിയുടെ പോസ്റ്റുലേറ്റ് പറയുന്നത്. അതിന്റെ ബേസിസിലാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ അസംഷൻ ആരും ഒബേ ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ റിയൽ ഗ്യാസസ് ഒബേ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? അപ്പൊ വോളിയം സംബന്ധമായിട്ട് റിയൽ ഗ്യാസിന് ഒരു കറക്ഷൻ വേണ്ടി വരികയാണ്. എവിടെ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ വോളിയം ടേമിൽ മോഡിഫൈ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഈ ഒരു അസംഷനെ ബേസ് ചെയ്തിട്ട് റിയൽ ഗ്യാസ് ആ അസംഷൻ വോളിയം സംബന്ധിച്ചിട്ടുള്ള അസംഷൻ ഒബേ ചെയ്യാത്തതുകൊണ്ട് ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു വോളിയം കറക്ഷൻ ചെയ്യും. എന്താണ്? ഒരു വോളിയം കറക്ഷൻ ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, റിയൽ ഗ്യാസസ് ഒബേ ചെയ്യാത്ത ഒരു അസംഷൻ എന്ന് പറയുന്നത്, there are no intermolecular force of attraction between the gaseous molecule. ഈ ഒരു അസംഷനും റിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. മനസ്സിലായോ? ഈ രണ്ട് അസംഷന്റെയും ബേസിസിൽ പിന്നെ ബാക്കിയുള്ള കൈനറ്റിക് തിയറിയുടെ അസംഷൻസും ബേസ് ചെയ്തിട്ടാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. പക്ഷെ ഈ പറഞ്ഞ രണ്ട് അസംഷൻസ് ആരും ഒബേ ചെയ്യുന്നില്ല, നമ്മുടെ റിയൽ ഗ്യാസസ് ഒബേ ചെയ്യുന്നില്ല. റിയൽ ഗ്യാസസ് ഈ അസംഷൻ ഒബേ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. എപ്പോൾ മാത്രം? അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. ആ കണ്ടീഷനിൽ ഈ പറഞ്ഞ രണ്ട് കണ്ടീഷനും അത് ആരും ഒബേ ചെയ്യാൻ ടെൻഡൻസി കാണിക്കും? റിയൽ ഗ്യാസസ്. അപ്പം ആ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് റിയൽ ഗ്യാസിന് അപ്ലൈ ചെയ്യാം. VI = nRT നമുക്ക് ഏകദേശം അപ്ലൈ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള ഒരു കണ്ടീഷനിലും ഈ പറഞ്ഞ രണ്ട് അസംഷൻസും ആരും ഒബേ ചെയ്യുന്നില്ല, റിയൽ ഗ്യാസസ് ഒബേ ചെയ്യുന്നില്ല. അതിൽ ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത് വോളിയമായി ബന്ധപ്പെട്ടതാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്ത് ഓരോ മോളിക്യൂളിന്റെയും വോളിയം നെഗ്ലിജിബിൾ ആണ് ടോട്ടൽ വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. പക്ഷെ റിയൽ ഗ്യാസ് വരുമ്പോൾ അത് തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് വേണ്ടി വരികയാണ്? ഒരു വോളിയം കറക്ഷൻ വേണ്ടി വരികയാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ അസംഷൻ എന്താണ്?
ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ എന്താണ്? There are no intermolecular force of attraction between the gaseous molecule. എന്നാൽ റിയൽ ഗ്യാസ് വരുമ്പോൾ എന്താണ്? There exists an intermolecular force of attraction between the gaseous molecule. റിയൽ ഗ്യാസ് വരുമ്പോൾ എന്താണ്? ഐഡിയൽ ഗ്യാസിൽ പറഞ്ഞ ആ അസംപ്ഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് റിയൽ ഗ്യാസിൽ സംഭവിക്കുന്നത്. In the case of real gases, there exists an intermolecular force of attraction between the gaseous molecule. Okay. അപ്പോൾ ഒരു കറക്ഷൻ എവിടെ വേണ്ടി വന്നു? വോളിയത്തിൽ വേണ്ടി വന്നു. രണ്ടാമത്തെ കറക്ഷൻ എവിടെ വേണ്ടി വരും? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ റിലേറ്റ് ചെയ്യുന്ന ടേമിൽ വേണ്ടി വരും. അതെവിടെ നോക്കി നോക്കൂ. പ്രഷർ നമുക്കറിയാം, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ വേർഡ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പ്രഷർ കൂട്ടും കുറയ്ക്കും ചെയ്യുന്നതനുസരിച്ച് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വേരിയില്ലേ? അപ്പൊ ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ വേണ്ടി വരുന്ന കറക്ഷൻ ടേം എവിടെ കറക്ഷൻ നടത്തിയാൽ മതി? പ്രഷർ ടേമിൽ കറക്ഷൻ വരുത്തിയാൽ മതി. അപ്പൊ രണ്ടാമത്തെ കറക്ഷൻ ടേം പറയുന്നത് എവിടെയാണ്? പ്രഷർ കറക്ഷൻ. പ്രഷർ കറക്ഷൻ. അപ്പൊ ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ ഈ രണ്ട് കറക്ഷനും വരുത്തിയിട്ടാണ് നമ്മുടെ വാൻ ഡെർ വാൾസ് എന്ത് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്? റിയൽ ഗ്യാസസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വാൻ ഡെർ വാൾസ് ഇക്വേഷൻ ഓഫ് റിയൽ ഗ്യാസസ് ഡിറൈവ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വോളിയം കറക്ഷൻ നോക്കാം. എന്താണ് വോളിയം കറക്ഷൻ നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നമ്മൾ ഈ VA എന്ന് പറയുന്നത് ഫ്രീ വോളിയാണ്. എന്താണ് ആക്ച്വലി VA എന്ന് പറയുന്നത്? എന്താണ് ഐഡിയൽ വോളിയം എന്ന് പറയുന്നത്? എന്താണ്? ഫ്രീ വോളിയം അവൈലബിൾ ടു മൂവ് ദ ഗ്യാഷ്യസ് മോളിക്യൂൾ. ഗ്യാഷ്യസ് മോളിക്യൂളിൽ മൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ വോളിയത്തെയാണ് VA എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ നോക്കി നോക്കും, നമ്മളൊരു ഐഡിയൽ ഗ്യാസ് എടുക്കുക വിചാരിക്കാം. ഐഡിയൽ ഗ്യാസ് എടുക്കുകയാണ്. അപ്പൊ ഇവിടെയൊക്കെ ഐഡിയൽ ഗ്യാസിൽ എന്തുണ്ട്? സപ്പോസ് 1 mol ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ് ഞാൻ എടുത്തത് നിങ്ങൾ വിചാരിച്ചോളൂ. 1 mol ഓഫ് ഐഡിയൽ. അപ്പൊ എന്നിന് പകരം ഞാൻ എടുത്തത് 1 mol എന്നുള്ള എന്താണ് 1 mol ആയിട്ട് കൺസിഡർ ചെയ്ത് വിചാരിക്കുക. അപ്പൊ ഈ 1 mol സബ്സ്റ്റൻസ് എടുക്കുമ്പോൾ ഇവിടെയൊക്കെ എന്തുണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട് അല്ലെ? 1 mol സബ്സ്റ്റൻസിൽ എത്ര മോളിക്യൂൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 1 mol സബ്സ്റ്റൻസിന്റെ വോളിയം എന്ന് പറയുന്നത്, ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഞാൻ V ആയിട്ട് എടുത്തു. എന്താണ്? V ആയിട്ട് എടുത്തു. അല്ല, VA എന്ന് എടുക്കാം നമുക്ക്. ഐഡിയൽ വോളിയം VA എന്ന് എടുത്തു. അപ്പം ഇതിൽ എത്ര മോളിക്യൂൾ ഉണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട്. പക്ഷേ ഈ ഓരോ മോളിക്യൂളിന്റെയും വോളിയം എന്ന് പറയുന്നത് നമ്മൾ നെഗ്ലിജിബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ? ഐഡിയൽ ഗ്യാസ് ഡിറൈവ് ചെയ്ത കൈനറ്റിക് തിയറിയുടെ ഒരു പോസ്റ്റ്വേഴ്സ് പറയുന്നത് എന്താണ്? ഓരോ ഗ്യാസ് മോളിക്യൂളിന്റെയും വോളിയം എന്താണ്? നെഗ്ലിജിബിൾ ഇൻ കമ്പാരിസൺ വിത്ത് ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ. അപ്പം ഈ മോളിക്യൂളിലൊക്കെ ഇതൊക്കെ പോയിന്റ് മാസസുമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ മോളിക്യൂളിലൊക്കെ വോളിയം നെഗ്ലിജിബിൾ ആകുമ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ സ്പേസ് എത്രയോ? VA തന്നെ ആവില്ലേ? കാരണം എന്താണ്? ഇതിന്റെ ഒക്കെ വോളിയം നമ്മളിവിടെ നെഗ്ലിജിബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ വോളിയം എന്ന് പറയുന്നത് എന്താണ്? VA തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? VA എന്ന് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? VA ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്തും ചെയ്തിരിക്കുന്നത്? നമ്മൾ VA എന്നുള്ള ടേമിനെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ഓരോ മോളിക്യൂളിന്റെയും വോളിയം എന്താണ്? നെഗ്ലിജിബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, റിയൽ ഗ്യാസസ് വരുമ്പം ഈ ഒരു അസംഷൻ തെറ്റായിട്ട് വരികയാണ്. റിയൽ ഗ്യാസ് വരുമ്പോൾ എന്താണ്? ഓരോ ഗ്യാഷ്യസ് മോളിക്യൂളിനും ഒരു എഫക്റ്റീവ് വോളിയം അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നെഗ്ലിജിബിൾ ആയിട്ടല്ല നമ്മൾ കണക്കാക്കിയത്. അവിടെ എന്തായിട്ടാണ് കണക്കാക്കിയത്? ഓരോ മോളിക്യൂളിനും ഒരു എഫക്റ്റീവ് വോളിയം ടോട്ടൽ വോളിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം റിയൽ ഗ്യാസ് വരുമ്പം റിയൽ ഗ്യാസിന്റെ ഐഡിയൽ വോളിയം ആയിട്ടുള്ള ഫ്രീ വോളിയം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ഈ എഫക്റ്റീവ് വോളിയം മൈനസ് ചെയ്യണ്ടേ? റിയൽ ഗ്യാസിന്റെ കേസിൽ ഓരോ മോളിക്യൂളിനും എന്തുണ്ട്? ഒരു എഫക്റ്റീവ് വോളിയം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ടോട്ടൽ വോളിയത്തിൽ നിന്ന് ആ വോളിയം മൈനസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ വോളിയം കിട്ടുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഐഡിയൽ ഗ്യാസ് വരുമ്പം റിയൽ ഗ്യാസ് വരുമ്പം ഐഡിയൽ ഗ്യാസിന്റെ ഈ വോളിയത്തെക്കാളും കുറവ് വോളിയേ അവിടെ കിട്ടുള്ളൂ. അതായത് അവിടെ ഫ്രീ ആയിട്ടുള്ള വോളിയം എന്താണ്? കുറവല്ലേ കിട്ടുള്ളൂ. കാരണം നമ്മൾ ടോട്ടൽ വോളിയത്തിന് എഫക്റ്റീവ് വോളിയം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം റിയൽ ഗ്യാസസിന്റെ കേസിൽ. അപ്പൊ അവയുടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ വോളിയം
ഇൻ കമ്പാരിസൺ വിത്ത് ഐഡിയൽ വോളിയം എന്താണ്, കുറവല്ലേ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആ ടേമിന് നമ്മൾ വോളിയത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, മോഡിഫൈ ചെയ്യാണ്. അപ്പൊ ഈ വി എന്തായിട്ട് മാറും, ഇപ്പൊ റിയൽ ഗ്യാസ് ആകുമ്പോൾ നമുക്ക് വി എടുക്കാം, ഈ വിയേക്കാൾ എന്താണ് ടോട്ടൽ വോളിയത്തെക്കാളും കുറവായിരിക്കും. അപ്പൊ അതിന് ഞാൻ ഉപയോഗിക്കുന്ന കറക്ഷൻ ടൈം ആണ് എന്ത്, ബി. എന്താണ്, ബി. ഐഡിയൽ ഗ്യാസിന്റെ കേസിലുള്ള ഫ്രീ വോളിയത്തെക്കാളും കുറവായിരിക്കും റിയൽ ഗ്യാസിന്റെ കേസിൽ. കാരണം അവിടെ ഓരോ മോളിക്യൂളിന്റെയും എഫക്റ്റീവ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്യണം ടു ദ ടോട്ടൽ വോളിയത്തിന്. അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് ടോട്ടൽ വോളിയത്തിന് ഈ എഫക്റ്റീവ് വോളിയം മൈനസ് ചെയ്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് അവിടെ വോളിയം കറക്ഷൻ എന്തായിട്ട് എഴുതി ഞാൻ, ബി മൈനസ് ബി എന്ന് എഴുതി. മനസ്സിലായോ? ഇനി ഈ ബിയുടെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ബി എന്ന് പറയുന്നത് എന്താണ്, എഫക്റ്റീവ് വോളിയം ആണ്. എഫക്റ്റീവ് വോളിയം ഓഫ് ദി മോളിക്യൂൾ, എഫക്റ്റീവ് വോളിയം ഓഫ് ദി മോളിക്യൂൾ, എഫക്റ്റീവ് വോളിയം ഓഫ് 1 മോൾ ഓഫ് ഗ്യാഷ്യസ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. 1 മോൾ ഓഫ് ഗ്യാഷ്യസ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഉദാഹരണമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്. 1 മോൾ ഓഫ് ഗ്യാഷ്യസ് സബ്സ്റ്റൻസിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട്, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട്. അപ്പൊ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ എഫക്റ്റീവ് വോളിയം, അതല്ലെങ്കിൽ 1 മോൾ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ എഫക്റ്റീവ് വോളിയം ആണ് നമ്മൾ ബി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 മോൾ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ എഫക്റ്റീവ് വോളിയം, അല്ലെങ്കിൽ ഈ എഫക്റ്റീവ് വോളിയം നിങ്ങൾ മറന്നു വരുന്നത്, എഫക്റ്റീവ് വോളിയം ആണ് നമ്മൾ ബി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ബി എന്നുള്ള ടേമിനെ നമുക്ക് എഫക്റ്റീവ് വോളിയം എന്ന് വിളിക്കാം. കോ വോളിയം എന്ന് പറയാറുണ്ട് ചില സമയത്ത് എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറയാറുണ്ട്, എക്സ്ക്ലൂഡഡ് വോളിയം എന്ന് പറയാറുണ്ട്. മനസ്സിലായോ? അപ്പൊ ബി എന്ന് പറയുന്നത് എന്താണ്, ഇത് വോളിയം കറക്ഷൻ ആണ്. ബി എന്ന് പറയുന്നത് വോളിയം കറക്ഷൻ ടേം ആണ്. അത് പറഞ്ഞത് എന്താണ്, ഇറ്റ് ഈസ് ദ എഫക്റ്റീവ് വോളിയം ബൈ contribute to the total volume of gaseous substance by 1 mole of gaseous substance, or 1 mole gaseous substance എത്ര നമ്പർ ഓഫ് മോളിക്യൂൾ അടങ്ങിയിട്ടുണ്ട്, അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ. മനസ്സിലായില്ലേ? അതാണ് ബി എന്ന് പറയുന്നത്. അതിന് നമ്മൾ ഏതൊക്കെ ടേം കൊണ്ട് ഡിനോട്ട് ചെയ്തു, എഫക്റ്റീവ് വോളിയം, അല്ലെങ്കിൽ കോ വോളിയം, അല്ലെങ്കിൽ എക്സ്ക്ലൂഡഡ് വോളിയം. ബി എന്നുള്ള ലെറ്റർ ഡിനോട്ട് ചെയ്തു. പിന്നെ പറയുന്ന പേരുകളാണ് ഏതൊക്കെ, എഫക്റ്റീവ് വോളിയം, കോ വോളിയം, എക്സ്ക്ലൂഡഡ് വോളിയം. ഇനി നമുക്ക് ഈ ബിയുടെ വാല്യൂ ഏകദേശം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. എന്താണ് ബിയുടെ വാല്യൂ, വോളിയം കറക്ഷൻ ടൈം ആയിട്ടുള്ള ബിയുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അല്ലേ? അത് നോക്കി നോക്കുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബൈ മോളിക്കുലർ കൊളീഷൻ കൺസിഡർ ചെയ്യണം. റിയൽ ഗ്യാസിന്റെ ബൈ മോളിക്കുലർ കൊളീഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കി നോക്കൂ നിങ്ങൾ. ഞാനൊരു ബൈ മോളിക്കുലർ കൊളീഷൻ കൺസിഡർ ചെയ്തു. അതായത് 2 മോളിക്യൂൾ ഇങ്ങനെ കൊളൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഇതിന്റെ റേഡിയസ്, ഇത് സ്പിയർ ആയിട്ടല്ലേ നമ്മൾ കണക്കാക്കാറ്. മോളിക്യൂളിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്, സ്പിയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇതിന്റെ റേഡിയസ് 6 ആണ് വിചാരിക്കുക, ഇതിന്റെ റേഡിയസ് 6 ആണ് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ നോക്കി നോക്കൂ, ഈ ഒരു ഏരിയയിൽ വേറുള്ള മോളിക്യൂൾ വരാൻ സാധ്യത കുറവാണ്. ഈ ഒരു ഏരിയയിൽ, അതായത് ഇതിന്റെ റേഡിയസ് എത്രയാണ്, അപ്പൊ ഈ ഒരു സ്പിയറിന്റെ റേഡിയസ് എത്രയാണ്, 2r ആണ് അല്ലെ. ഇതെന്തായിട്ട് വരും, 2r ആയിട്ട് വരും. ഈ ഒരു റേഡിയസ് വരുന്ന സ്പിയറിന്റെ ഈ സമീപത്ത് കൂടെ വേറെ മോളിക്യൂളുകൾ വരാൻ സാധ്യത കുറവാണ്. അതായത് അവിടെ ഫ്രീ സ്പേസ് ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. മനസ്സിലായോ? 2 മോളിക്യൂൾ കൊളൈഡ് ചെയ്യുമ്പം ഈ 2r എന്നുള്ള റേഡിയസ് വരുന്ന സ്പിയറിന്റെ ഈ ഏരിയയിൽ കൂടെ, അല്ലെങ്കിൽ ഈ വോളിയത്തിൽ കൂടെ വേറെ മോളിക്യൂൾ വരാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കി, ഈ മോളിക്യൂൾ ഇത് കൂടെ കൊളൈഡ് ചെയ്യുക, ഇത് കൂടെ കൊളൈഡ് ചെയ്യുക, ഇത് കൂടെ കൊളൈഡ് ചെയ്യുക, ഇത് കൂടെ ഒക്കെ കൊളൈഡ് ചെയ്യുക. അപ്പൊ പൊതുവെ പറയുകയാണെങ്കിൽ ഈ 2r റേഡിയസ് ഉള്ള സ്പിയറിന്റെ ചുറ്റും മോളിക്യൂൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ വോളിയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബൈമോളിക്കുലർ കൊളീഷന്റെ എക്സ്ക്ലൂഡഡ് വോളിയം ആയിട്ട് എടുത്തൂടെ? ബൈമോളിക്കുലർ കൊളീഷന്റെ എക്സ്ക്ലൂഡഡ് വോളിയം ആയിട്ട് എടുക്കാം. അപ്പൊ ഈ സ്പിയറിന്റെ വോളിയം എത്രയാണ് നമുക്കറിയാം. എന്താണ് ഏരിയ എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് 4/3 പൈ r ക്യൂബ് ആണ്. r എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, 2r അല്ലേ. 2r raised to 3, 2r raised to 2r ക്യൂബ്. ഇതാണ് ഈ സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ഇങ്ങനെ എഴുതാം. 2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 അല്ലേ. 8 × 4/3 പൈ r
ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ബൈമോളിക്കുലർ കൊളീഷന്റെ കേസാണ്. ബൈമോളിക്കുലർ കൊളീഷന്റെ കേസാണ്. നമുക്ക് ഒരു മോളിക്യൂളിനെ കണ്ടാൽ മതി. ആദ്യം നമുക്ക് ഒരു മോളിക്യൂളിനെ കാണാം. ഒരു മോളിക്യൂളിനെ കാണാൻ വെച്ച് കഴിഞ്ഞാൽ എന്താ മതി, ഇതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡ് ബൈ 2. നമ്മൾ ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 4 into 4/3 pi r ക്യൂബ് എന്ന് കിട്ടും. കിട്ടില്ലേ? എന്താണ് 4/3 into pi r ക്യൂബ് എന്ന് കിട്ടും. ഇതിൽ നമുക്ക് 4/3 pi r ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളിക്യൂളിന്റെ വോളിയാണ്. ഒരു മോളിക്യൂളിന്റെ വോളിയല്ലേ, കാരണം ഇതിന്റെ റേഡിയസ് r അല്ലേ. അപ്പൊ ഒരു മോളിക്യൂളിന്റെ വോളിയാണ് ഇത് 4/3 pi r ക്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഈ 4/3 pi r ക്യൂബിനെ നമുക്ക് ഇതിന് നമുക്ക് Vm എന്ന് കൊടുക്കാം. ഒരു മോളിക്യൂളിലെ വോളിയത്തെ നമുക്ക് എന്ത് ചെയ്യാം? Vm എന്ന് കൊടുക്കാൻ വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ഈ 4/3 pi r ക്യൂബ് മാറ്റിയിട്ട് അവിടെ എന്ത് എഴുതാം? നമുക്ക് Vm എന്ന് എഴുതാം. Vm എന്ന് എഴുതാം. ഒരു മോളിക്യൂളിന്റെ എക്സ്ക്ലൂഡഡ് വോളിയാണ് ഇത്. ഈ Vm എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത്. അതായത് 4/3 pi r ക്യൂബിനെ നമ്മൾ എന്ത് ചെയ്തു? Vm എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു മോളിക്യൂളിന്റെ എക്സ്ക്ലൂഡഡ് വോളിയം കിട്ടി. അതേതാണ്? 4Vm. Vm എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോളിക്യൂളിന്റെ എക്സ്ക്ലൂഡഡ് വോളിയാണ്. പക്ഷെ നമുക്ക് വേണ്ട എന്താണ്? 1 മോൾ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ എക്സ്ക്ലൂഡഡ് വോളിയാണ് കാണുന്നത്. 1 മോൾ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾ അടങ്ങിയിട്ടുണ്ട്? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് എന്ത് ചെയ്താൽ മതി? അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായോ? അതാണ് നമ്മുടെ ബി എന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. 1 മോൾ ഗ്യാഷ്യസ് സബ്സ്റ്റൻസിന്റെ എഫക്റ്റീവ് വോളിയം ആണ് എന്ത്? ബി എന്നുള്ള ലെറ്റർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ എഫക്റ്റീവ് വോളിയം? അപ്പൊ ബി എന്നുള്ള എന്തായി കിട്ടി നമുക്ക്? 4 into B is equal to 4 into Vm into N0. അതല്ലെങ്കിൽ 4 into N0 Vm. ഇവിടുന്ന് നിങ്ങൾ നോക്കി നോക്കൂ. ബി എന്ന് പറയുന്നത് ഞാൻ ഒരു മോളിക്യൂളിന്റെ എക്സ്ക്ലൂഡഡ് വോളിയം നല്ല നേരത്തെ പറഞ്ഞത് എഫക്റ്റീവ് വോളിയം എന്നാ പറഞ്ഞത്. എഫക്റ്റീവ് വോളിയം എന്ന് പറയുന്നത് ആ മോളിക്യൂളിന്റെ മാത്രമല്ല, ആ മോളിക്യൂൾ കൊളൈഡ് ചെയ്യുമ്പോൾ കൂടി അതിന്റെ ചുറ്റുവട്ടത്തിൽ കൂടെ വേറെ മോളിക്യൂൾ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എഫക്റ്റീവ് വോളിയം എന്ന് പറയുന്നത്. ആ എഫക്റ്റീവ് വോളിയം എത്രയാണ്? 4 times of volume contributed by 1 mole of gaseous substance ആണ്. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 4 times of ഇതെന്താണ്? 1 mole gaseous substanceന്റെ എക്സ്ക്ലൂഡഡ് വോളിയം അല്ലെങ്കിൽ എഫക്റ്റീവ് വോളിയം. അപ്പോൾ 4 times of volume contributed by 1 mole of gaseous substance is equal to the excluded volume B. മനസ്സിലായോ? അപ്പൊ ആക്ച്വലി എഫക്റ്റീവ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 4 times of volume contributed by 1 mole of gaseous substance. നമ്മൾ എന്ത് ചെയ്തു? ഒരു മോളിക്യൂളിനെ കണ്ടു, അത് നമ്മൾ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഗുണിച്ചു. അപ്പൊ നമുക്ക് 1 മോൾ gaseous substanceന്റെ എഫക്റ്റീവ് വോളിയം കിട്ടി. അപ്പൊ 4 അവിടെ ആൾറെഡി വന്നതാണ്. നമ്മൾ ചെയ്താൽ നമ്മൾ കണ്ടു. അപ്പൊ 4 ടൈംസ് ആണ് ഇത് ബി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആ വോളിയം കറക്ഷന്? ബി മൈനസ് ബി എന്ന് എഴുതാം. ബിയുടെ വാല്യൂ ആണ് ഇത് 4 times of Vm into N0, where Vm is the excluded volume for 1 mole substance. അല്ലെങ്കിൽ per mole, 1 mole അല്ല, per molecule. V എന്ന് പറയുന്നത് മാത്രം എന്താണ്? per molecule. ഒരു മോളിക്യൂളിന്റെ എക്സ്ക്ലൂഡഡ് വോളിയം N0 കൊണ്ട് ഗുണിക്കുമ്പോൾ മാത്രമേ എന്താ ഉള്ളത്? 1 mole gaseous substanceന്റെ എക്സ്ക്ലൂഡഡ് വോളിയം ആവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ 1 mole അല്ല ഉള്ളത് വിചാരിച്ചോളൂ, N mole സബ്സ്റ്റൻസ് ഉണ്ട് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഈ ബി എ N കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതാണ് നമ്മുടെ വോളിയം കറക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വോളിയം കറക്ഷൻ. അപ്പൊ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനില് നമ്മൾ വോളിയം കറക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? വി ഐ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതണം? വി മൈനസ് എൻ ബി എന്ന് കൊടുക്കണം. അതായത് പി ഐ നമ്മൾ വി ഐ എന്ന് എഴുതിയില്ല, അതിന് പകരം എന്ത് ചെയ്യണം? വി മൈനസ് എൻ ബി ഈക്വൽ ടു എൻ ആർ ടി. ഇങ്ങനെ വരും. വോളിയം കറക്ഷൻ വരുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്? പ്രഷർ കറക്ഷൻ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? പ്രഷർ കറക്ഷൻ. ഓക്കെ.